നമസ്കാരം. സാർക്കോപ്പീനിയ അഥവാ മസിൽ വേസ്റ്റിംഗ്, അതായത് മസിലിന്റെ ആരോഗ്യം കുറയുക, മസിൽ തേഞ്ഞു പോവുക, ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും അറിയാം, മസിലിന് കട്ടി കുറയുക, അത് നമുക്കൊരു 50 വയസ്സിന് മുമ്പ്, ഒരു 40 വയസ്സ് കഴിയുമ്പം തന്നെ അത് സ്റ്റാർട്ട് ചെയ്യും. അത് ആർക്കാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് അറിയണ്ടേ? നമ്പവണ്ണായിട്ട് ജോലി ചെയ്യാതെ, നമ്മൾ വ്യായാമം ചെയ്യാത്തവർക്കാണ് ഇത് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ വിചാരിക്കും ഈ മോഡേൺ സാങ്കേതിക വിദ്യകൾ നമുക്ക് വളരെ സുഖകരമായ ഒരു ജീവിതം തന്നു എന്ന് നമ്മൾ എല്ലാവരും ചിന്തിച്ചിരിക്കുകയാണ് അല്ലേ? ദേഹം അനങ്ങാതെ എല്ലാ കാര്യവും നടക്കണം. അടുക്കളയിലാണെങ്കിലും പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും ടിവിയുടെ മുമ്പിൽ റിമോട്ട് വെച്ചിട്ടല്ലേ നമ്മൾ. അപ്പൊ ഒട്ടും നമുക്ക് വ്യായാമം ഇല്ലാത്ത ഒരു ഹൈലി സെഡൻറ്ററി ലൈഫാണ് ഇപ്പം നമ്മുടെ ഒരു അഫ്ലുവൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പം നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്, പ്രായമാകുന്നതനുസരിച്ച് നമ്മളുടെ മസിലിന് ക്ഷതം സംഭവിക്കുന്നു. ക്ഷതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കട്ടി കുറയുന്നു, ചുമ്മാതെ ഇരിക്കുന്നവർക്ക്. എന്നാൽ നന്നായിട്ട് ജോലി ചെയ്യുന്നവർ, നന്നായിട്ട് വ്യായാമം ചെയ്യുന്നവർ, ഇപ്പം ജിമ്മിലൊക്കെ പോയി, ഇപ്പം വ്യായാമം എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ ജോലി ചെയ്യണമെന്നൊന്നുമില്ല. അഫോർഡബിൾ ആയിട്ടുള്ളവർക്ക്, അതിന് സൗകര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇപ്പോഴും ഒരു ഹെൽത്ത് ക്ലബിലോ ജിമ്മിലോ പോയിട്ട് അത്യാവശ്യം എല്ലാ ദിവസവും വ്യായാമം ചെയ്യേണ്ടതിന്റെ ആവശ്യകത വളരെ ഏറെയാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും അടിവരയിട്ട് പറയുകയാണ്. കാരണം നമ്മൾ പ്രായത്തിനനുസരിച്ച് ജോലി ചെയ്ത് നാം കഴിക്കുന്ന ഭക്ഷണത്തിന് ആനുപാതികമായി വ്യായാമം ചെയ്യണമെന്നുള്ളത് ഒരു ബേസിക് പ്രിൻസിപ്പിളാണ്. അപ്പൊ അതിനെതിരെയാണ് ഇപ്പോൾ നമ്മുടെ ആധുനിക മനുഷ്യനെല്ലാം അതിനെതിരെയാണ് ജീവിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് അവയർനെസ് ഉള്ളവരൊക്കെ തന്നെ നന്നായിട്ട് ജിമ്മിലൊക്കെ പോയി നല്ല ബോഡി, നല്ല വെൽ ഫിറ്റ് ബോഡിയാണ് അവരുടെയൊക്കെ. അപ്പോ മറ്റുള്ളവരോ ശരിക്കു പറഞ്ഞാല് ഓരോ ദിവസം കഴിയുന്തോറും എത്ര കൂടുതൽ ആൾക്കാർക്കുണ്ട്. ശരിക്കും ലേഡീസിനാണ് കൂടുതലായിട്ട് ഈ നടുവേദന. എന്ന് വെച്ചാൽ അവര് ദേഹം അനങ്ങിയുള്ള പണി ഇല്ലല്ലോ ഇപ്പം. നമ്മുടെ പഴയ കാലങ്ങളിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വെള്ളം കോരുക, മുറ്റമടിക്കുക, അതുപോലെ തന്നെ വിറക് കീറുക, നെല്ല് കുത്തുക, അരിയെടുക്കുക, അരിയെടുത്ത് വീണ്ടും പൊടിച്ചൊക്കെ ആഹാരം ഉണ്ടാക്കി പലഹാരം ഉണ്ടാക്കി കഴിക്കുന്ന അമ്മമാരായിരുന്നു. അത് പോയിട്ട് ഇപ്പൊ എല്ലാം വിരൽത്തുമ്പിലാണ്. നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യകൾ അവനവന് വില്ലനായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കി നമ്മളുടെ ജീവിതം, നമ്മളുടെ ഭക്ഷണ രീതികൾ, നമ്മളുടെ ജീവിത ശൈലികളൊക്കെ മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ നേരത്തെ എന്തൊക്കെയാണ് സാർക്കോപ്പീനിയ ഒഴിവാക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഈ മസിലിന്റെ വേസ്റ്റിംഗ് ഒഴിവാക്കാൻ, മസിൽ മാസ് കുറയുന്നത് ഒഴിവാക്കാൻ നമ്മൾ എന്തൊക്കെ വ്യായാമ പ്രക്രിയകൾ ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് വളരെയധികം വീട്ടിലുള്ള സാഹചര്യത്തിൽ തന്നെ അതൊക്കെ ഒത്തിരി ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ച് നല്ലൊരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ ഈ ഇടയ്ക്ക് തന്നെയാണ്, ഒരു മാസത്തിനകത്ത് തന്നെ ഞാൻ അയച്ചതാണ്. അതായത് പ്രായത്തെ മറികടക്കാൻ ഏറ്റവും നല്ല ഒറ്റമൂലി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ പ്രധാനമായി ചിന്തിക്കേണ്ട കാര്യമാണ് ഈ മസിൽ വേസ്റ്റിങ്ങിന് മറ്റൊരു കാരണം നമ്മളുടെ ആഹാരത്തിലെ പ്രോട്ടീന്റെ അളവ് കുറയുന്നു എന്നുള്ളതാണ്. ആഹാരത്തില് എല്ലാ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു പ്രായത്തിനനുസരിച്ച്, നമ്മളിപ്പോ 50 വയസ്സാണെങ്കിൽ ഏകദേശം 75 ഗ്രാം പ്രോട്ടീൻ ആവശ്യമാണ് ഒരു ദിവസത്തേക്ക്. അത് തന്നെ ഈ പ്രോട്ടീനകത്ത് തന്നെ അമൈനോ ആസിഡ്സ്, 20 അമൈനോ ആസിഡ്സ് കൊണ്ടാണ് ഒരു പ്രോട്ടീൻ തന്മാത്ര ഉണ്ടാക്കുന്നതെങ്കിൽ അതിനകത്തിരിക്കുന്ന 9 അമൈനോ ആസിഡ്സും എസെൻഷ്യൽ അമൈനോ ആസിഡ്സ് ആണ്. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തു നിന്നും നമ്മൾ കൊടുക്കണം, നമ്മുടെ ശരീരത്തിൽ അത് ഉത്പാദിപ്പിക്കില്ല. 11 നോൺ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് അത് ഉത്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ ചില റോ മെറ്റീരിയൽസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉത്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ 9 ആവട്ടെ എസെൻഷ്യൽ അമൈനോ ആസിഡ്സ് ആണ്. അതിന് നമ്മൾ ഭക്ഷണത്തിൽ കൂടെ തന്നെ അത് എടുക്കണം. അത് നമ്മൾ എല്ലാ ദിവസവും കഴിക്കേണ്ടതിന്റെ ആവശ്യകത വളരെയേറെയാണ്. അതിനാണ് നമ്മൾ പയറും കഞ്ഞിയും, അതൊരു നല്ല കോമ്പിനേഷൻ ആണ്. അതുപോലെ തന്നെയാണ് നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിലാണ് അത് കൂടുതലായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് മസിൽ വേസ്റ്റിംഗ് ഉണ്ടാവാതെ ഇരിക്കണമെങ്കിൽ, നമ്മൾ മസിൽ മാസ് നന്നായിട്ട് വരണമെങ്കിൽ വ്യായാമത്തോടൊപ്പം പ്രോട്ടീൻ അടങ്ങിയ എന്ന് പറയുമ്പോൾ അതിനകത്ത് എസെൻഷ്യൽ അമൈനോ ആസിഡ്സ് അടങ്ങിയ, പ്രത്യേകിച്ചും ലൂസിൻ എന്ന് പറയുന്ന ആ ഒരു അമൈനോ ആസിഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്
മസിലിന്റെ വളർച്ചയ്ക്കും മസിലിന്റെ ഉൽപാദനത്തിനും ഒക്കെ ഏറ്റവും ആവശ്യമായ ലൂസിൻ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഈ ലൂസിൻ കണ്ടന്റിന്റെ ലൂസിൻ എന്ന് പറയുന്ന അമൈനോ ആസിഡിന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറഞ്ഞാൽ എംടോർ പാത്വേ അത് സ്റ്റിമുലേറ്റ് ചെയ്യും. എംടോർ പാത്വേ ആണ് മസിൽ മാസ് ഉണ്ടാക്കാൻ ഏറ്റവും ആവശ്യമായ ഒരു പ്രവർത്തനം. അപ്പൊ അതിനെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ ലൂസിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ അത്യാവശ്യമാണ്. അപ്പൊ അതാണ് ഞാൻ ഇന്ന് കൂടുതലായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. അതിനെ കുറിച്ചാണ്. അതിൽ നമ്പർ 1 ആയിട്ട് നോൺ വെജിറ്റേറിയൻസിന് ഭയങ്കര സന്തോഷമാവുന്ന ഒരു കാര്യം തന്നെയാണ് നമ്പർ 1 ആയിട്ടുള്ളത് ഏറ്റവും നല്ല ഗ്രാസ് ഫെഡ് ബീഫ്. ഗ്രാസ് ഫെഡ് എന്ന് പറഞ്ഞാൽ പുല്ല് തിന്ന് വളരുന്ന പശു അല്ലെങ്കിൽ അങ്ങനെയുള്ള ആട് അതിന്റെയൊക്കെ മാംസമാണ് ഏറ്റവും നന്നായിട്ട് ലൂസിൻ അടങ്ങിയത്. അപ്പൊ ഇപ്പം അത് തന്നെ കഴിക്കണമെന്നില്ല, അതിന് വളരെയധികം ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ബീഫ് കഴിക്കാത്തവർക്ക് വേറെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അത് മാത്രമല്ല സാധാരണയുള്ള ഒരു ബീഫോ അല്ലെങ്കിൽ മട്ടണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്ത് കുറെ കീടനാശിനിയും രാസവളവും ഒക്കെ ചെല്ലുന്നത് പോലെ തന്നെ കാറ്റിൽ ഫീഡ്, പോൾട്രി ഫീഡ് ഇതൊക്കെ കൊടുക്കുന്ന കാര്യങ്ങൾ, പശുവിന് കൊടുക്കുന്ന തീറ്റ അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് വളരെയധികം അഡൾട്രേഷൻ ഉള്ള സാധനങ്ങളാണ്. അതായത് കെമിക്കൽ കണ്ടന്റ്സ് കൂടുതലുള്ള കാറ്റിൽ ഫീഡാണ് കൊടുക്കുന്നത്. അപ്പൊ പശുവിന്റെ തീറ്റയ്ക്കകത്ത് വളരെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് പറഞ്ഞ ഗ്രാസ് ഫെഡ് കൗ എന്ന് ഞാൻ എടുത്തു പറഞ്ഞത്. അതായത് പുല്ല് തിന്ന് വളരുന്ന പശുവിന്റെ മാംസമാണ് ഇതിന് വേണ്ടത്. അത് ഇപ്പം എപ്പോഴും ഇപ്പൊ കിട്ടണമെന്നില്ല, അങ്ങനത്തെ ഒരു കാലഘട്ടമാണല്ലോ. ഇപ്പൊ നമുക്ക് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് അങ്ങനെ നാടോടുമ്പോൾ നടുവേ ഓടണമെന്നാണ്. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ അതിന് പകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാല് മുട്ട. എല്ലാ ദിവസവും മുട്ട കഴിക്കുക. മുട്ട എന്ന് പറയുമ്പോൾ അത് നാടൻ മുട്ട ഇപ്പൊ അവൈലബിൾ ആണ്, അതുപോലെ ഓർഗാനിക് എഗ്സും ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പൊ അത് നമുക്ക് തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാം. അത് നന്നായിട്ട് നല്ല അളവിൽ കഴിക്കണം. നല്ല അളവിൽ എന്ന് പറയുമ്പോൾ ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു, മുട്ടയ്ക്കകത്ത് അടങ്ങുന്നത് ഏകദേശം ഒരു മുട്ട 100 ഗ്രാമിനകത്ത് ഏകദേശം നന്നായിട്ട് തന്നെ നമുക്ക് ഏകദേശം 11 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. 11-12 ഗ്രാം പ്രോട്ടീൻ കിട്ടും. 100 ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം ഒരു വലിയ മുട്ടയാണെങ്കിൽ ഇപ്പൊ വലിയ മുട്ട കിട്ടും, അതൊക്കെ ഏകദേശം 100 ഗ്രാം ഉണ്ട്. അപ്പം ചെറിയ മുട്ടയാണെങ്കിൽ 2 മുട്ട വേണ്ടി വരും. അപ്പോൾ അങ്ങനെ മുട്ട ഏറ്റവും നല്ല ഒരു ഓപ്ഷനാണ്. ലൂസിൻ കണ്ടന്റ് വളരെ കൂടുതലാണ് മുട്ടയ്ക്കകത്ത്. അതുപോലെ തന്നെയാണ് അടുത്തത് നമ്മുടെ മീൻ. മീനെന്ന് പറയുമ്പോൾ മത്തി, അയല, ചൂഴക്കി, ചാളക്കുഴികൾ ഇങ്ങനെയുള്ള നല്ല ചെറിയ മീനുകൾ നന്നായിട്ടുണ്ട്. അതുപോലെ ചൂരയ്ക്കകത്ത് നന്നായിട്ടുണ്ട്. ഇതിലൊക്കെ ലൂസിൻ കണ്ടന്റ് വളരെ കൂടുതലാണ്. അതിനോടൊപ്പം ഒമേഗ 3 ഫാറ്റി ആസിഡ് ഇവയൊക്കെ ഈ പ്രോട്ടീൻ തന്മാത്ര ഉണ്ടാക്കുക മാത്രമല്ലല്ലോ, അതിനോടൊപ്പം മസിലിനോടൊപ്പം തന്നെ ജോയിന്റ്സും ബോൺസും എല്ലാം തന്നെ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ആരോഗ്യം ഉണ്ടാവുക. ഇപ്പൊ ഒരു മസിലിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ടെൻഡൻസ് വരും, ലിഗമെന്റ്സ് വരും, പിന്നെ ജോയിന്റ്സിലേക്ക് അതിനെ കണക്ട് ചെയ്യുന്ന സൈനോവിയൽ ജോയിന്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ ബോൺസ് ഉണ്ട്. ഇവയെല്ലാം കറക്റ്റായിട്ട് വരണമെങ്കിൽ നമ്മൾ വളരെയധികം പോഷകങ്ങൾ ആവശ്യമാണ്. ബോൺസിനകത്തേക്ക് കാൽസ്യം കയറി പോകണമെങ്കിലോ 12 മിനറൽസും 64 ട്രേസ് എലിമെന്റ്സും അതിനകത്ത് ആവശ്യമാണ്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിനറൽസും വൈറ്റമിൻസും എന്ന് പറയുന്നത് മഗ്നീഷ്യം ഉണ്ട്, വൈറ്റമിൻ D3 ഉണ്ട്, വൈറ്റമിൻ K2 ഉണ്ട്, കാൽസ്യം ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് പോയാൽ മാത്രമേ, ഏറ്റവും മിനിമം ആണ് ഞാൻ പറഞ്ഞത്, മോസ്റ്റ് എസെൻഷ്യൽ ആയിട്ടുള്ള ഇത്രയും ചെന്നാൽ മാത്രമേ ബോണിന് ആരോഗ്യം വരുള്ളൂ. അത് രക്തത്തിൽ കിടക്കുന്ന കാൽസ്യം നമ്മുടെ എല്ലിലേക്ക് കയറി പോകണമെങ്കിൽ ഇത്രയും പോഷകങ്ങൾ ആവശ്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു ചിന്താഗതിയോടുകൂടി വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ തീർച്ചയായും. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പൊ പറഞ്ഞ മീനിനകത്ത് കാൽസ്യവും കിട്ടും, അയണും കിട്ടും, അതുപോലെ തന്നെ വളരെയധികം മിനറൽസും മീനിനകത്തുണ്ട്. ഏറ്റവും കൂടുതൽ പ്രോട്ടീനും ഉണ്ട്, പ്രോട്ടീൻ നന്നായിട്ടുണ്ട്. അപ്പൊ അതൊന്നും പിന്നെ അപ്പോൾ വെജിറ്റേറിയൻസ് എന്തോ ചെയ്യുമെന്നാണ് ഇപ്പോൾ അടുത്ത ചോദ്യം വരുന്നതെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് വെജിറ്റേറിയൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അടുത്ത കാര്യങ്ങൾ. ഏറ്റവും പ്രധാനമായിട്ട് വെജിറ്റേറിയൻസിന് ഓപ്റ്റ് ചെയ്യാവുന്നത് 3 തരം പയറുവർഗ്ഗങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയ പയർ, ചെറുപയർ എന്ന് പറയുന്നത് നമ്മള് പച്ചപ്പയറ്, വെള്ളക്കടല, ചുവന്ന കടല, ചുവന്ന പയർ, ഇവയെല്ലാം തന്നെ എക്സലന്റ് സോഴ്സ് ആണ്. ഈ ലൂസിനൊക്കെ അതിനകത്ത് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്.
അതുപോലെ തന്നെ ലെൻറ്റിൽസ് ഉണ്ട്, അതുപോലെ ബീൻസ് ഉണ്ട്. ഇതിലൊക്കെ നന്നായിട്ടുണ്ട്. ഇതെല്ലാം അറിയാമല്ലോ, ബീൻസ് വർഗ്ഗങ്ങൾ. നമ്മൾ ബീൻസ് തോരൻ വെക്കും, അങ്ങനെ അല്ലേ. അതുപോലെ തന്നെ പലതരം ഈ ബീൻസ് വർഗ്ഗങ്ങൾ ഫോറിൻ കൺട്രീസിലൊക്കെ എപ്പോഴും അത് ഈസിലി അവൈലബിൾ ആണ്. ബീൻസ്, പലതരത്തിലുള്ള ബീൻസ്. പിന്നെ അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോയാബീൻ. സോയാബീനും നന്നായിട്ട് ഈ പറയുന്ന എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ഫൈബറും ഒക്കെ വളരെ കൂടുതലുണ്ട്. പിന്നെ തീർച്ചയായും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നട്ട്സും സീഡ്സും. ബദാം എന്ന് പറയുന്നത് എക്സലന്റ് സോഴ്സ് ആണ്. ബദാമും വാൽനട്ട്സും. വാൽനട്ട്സിൽ കൂടുതൽ ഫാറ്റ് കണ്ടന്റ് ആണെങ്കിൽ കൂടിയും ഈ പറയുന്ന പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട്. പിന്നെ കപ്പലണ്ടിയോ എക്സലന്റ്, അതിനേക്കാൾ നല്ലത്. കാഷ്യൂനട്ടോ അതിനേക്കാൾ ഒരുപടി മുകളിൽ. ഇവയെല്ലാം തന്നെയും ഈ ലൂസിൻ കണ്ടന്റ്, ഞാൻ എടുത്തെടുത്ത് പറയുന്ന പോലെ ലൂസിൻ കണ്ടന്റ് ആണ് വേണ്ടത്. മസിലിന് ആരോഗ്യം കൊടുക്കാനും മസിലിന്റെ ഫോർമേഷനും ഏറ്റവും അത്യാവശ്യമായ ഒരു അമൈനോ ആസിഡ്. അതുകൊണ്ട് അതിനെ എടുത്ത് പറയുന്നത്. അപ്പൊ അതുള്ളതിനെ ആണ് ഞാൻ ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ ഓപ്റ്റ് ചെയ്ത് ഈ അടുത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും. അതോടൊപ്പം നമുക്ക് അവക്കാഡോ എന്ന് പറയുന്നത് ഇപ്പൊ എല്ലായിടത്തും കിട്ടത്തില്ല, വലിയ വിലയുമാണത്. ബട്ടർ ഫ്രൂട്ട് എന്ന് പറയും. അതിനകത്ത് നന്നായിട്ട് ലൂസിൻ കണ്ടന്റ് ഉണ്ട്. അപ്പൊ വെജിറ്റേറിയൻസ് വളരെ കൂടുതൽ ഓപ്ഷൻസ് ആയല്ലോ. പിന്നെ സീഡ്സ് എന്ന് പറയുന്നത് പംകിൻ സീഡ് നമ്പർ 1 ആണ്. പംകിൻ സീഡ് എന്ന് പറയുന്നത് മത്തൻ കുരു. അതുപോലെ തന്നെയാണ് സൺഫ്ലവർ സീഡ്, അതായത് സൂര്യകാന്തിയുടെ കുരു. പിന്നെ ചിയാ സീഡ്, ഫ്ലാക്സ് സീഡ്. ഈ ചിയാ സീഡ് പലരും എന്നോട് ചോദിക്കും, ചിയാ സീഡ് എന്താ മാഡം, എന്താ മാഡം? അതൊരു ചിയാ വിത്തുകൾ എന്ന് തന്നെയാ പറയുന്നത്. അത് നമ്മളിപ്പോ ഈ ഇതുണ്ടല്ലോ, എള്ള് പോലെയുള്ള മറ്റൊരു വിത്ത്, അത്രേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് വളരെ കൂടുതൽ ഫൈബർ, സോലുബിൾ ഫൈബേഴ്സിന്റെ കലവറയാണ്. അതോടൊപ്പം തന്നെ നല്ല കൊളസ്ട്രോളിന്റെയും കലവറയാണ്, ഒമേഗ 3 ഒക്കെ. അതുപോലെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ധാരാളമുണ്ട്. അപ്പൊ അത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഒക്കെ ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ നല്ല എഫക്റ്റ് ആണ്. മലശോധനയ്ക്കാണെങ്കിലും നല്ല മറ്റുള്ള വയറിന്റെ ഡൈജസ്റ്റീവ് ഹെൽത്തിനാണെങ്കിലും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് ചിയാ സീഡ്. ഫ്ലാക്സ് സീഡും അതുപോലെ തന്നെയാണ്. എന്തായാലും ഫ്ലാക്സ് സീഡിന് ചില പ്രശ്നങ്ങളുണ്ട്. ഭയങ്കര ദഹനത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഫ്ലാക്സ് സീഡ്. അതുപോലെ കോൺസ്റ്റിപ്പേറ്റിംഗ് ആണ് ചിലർക്ക് ഭയങ്കര ബ്ലോട്ടിംഗ് ആവും, ഗ്യാസ്, ഭയങ്കര വയറിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ചിലർക്കൊക്കെ ഒരു കുഴപ്പമില്ല. പിന്നെ ഫ്ലാക്സ് സീഡ് എപ്പോഴും നിങ്ങൾ പൊടിച്ചേ ഉപയോഗിക്കാവൂ. അതുപോലെ തന്നെ പൊടിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ ഒരു 4-5 ദിവസത്തിനകത്ത് അത് ചീത്തയായി പോകും. അതുകൊണ്ട് തന്നെയും അത്യാവശ്യത്തിന് പൊടിക്കുക, അന്നേരം ഉപയോഗിക്കുക. അല്ലാതെ ആസ് എ ഹോൾ അത് ഉപയോഗിക്കാനേ പാടില്ല. അപ്പൊ ഇത്രയുമൊക്കെ നമ്മളുടെ പ്രോട്ടീൻ കണ്ടന്റിന്റെ കാര്യം. തീർച്ചയായും നിങ്ങൾ ഇപ്പം വ്യായാമം ചെയ്യുന്നതിനോടൊപ്പം ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ പോഷകങ്ങളും ഒരുമിച്ച് കൊടുക്കുക വഴി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലേക്കുള്ള ഒരു ആരോഗ്യം, നമ്മളുടെ മസിൽ പവർ, മസിൽ എൻഡ്യൂറൻസ്, റെസിസ്റ്റൻസ്, ഫ്ലെക്സിബിലിറ്റി, അതുപോലെ ബാലൻസിങ്, ഇതെല്ലാം തന്നെയും കായികക്ഷമത, ശക്തി, അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കം, മെയ് വഴക്കം, പിന്നെ ബാലൻസ്, നടക്കുമ്പോഴുള്ള ബാലൻസ്, ഇവയെല്ലാം നമുക്ക് കിട്ടണമെങ്കിൽ പ്രായമായി വരുന്ന അനുസരിച്ച് നമ്മൾ ഈ ആഹാരത്തിൽ ഇതെല്ലാം ചേർക്കണം. ഈ പ്രോട്ടീൻ കണ്ടന്റ് വളരെ കുറവാണ് എല്ലാവരുടെയും ഭക്ഷണത്തിൽ. ഇത് തന്നെയാണ് പ്രധാനമായി വ്യായാമത്തെക്കാൾ ഉപരി എനിക്ക് ഇപ്പോഴും തോന്നാറുള്ളത് ഈ പ്രോട്ടീന്റെ ഡെഫിഷ്യൻസിയാ. പ്രോട്ടീൻ നന്നായിട്ട് കഴിച്ചുകൊണ്ട് വ്യായാമം ചെയ്താലേ ഗുണപ്പെടുകയുള്ളൂ. അതും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത് കഴിക്കേണ്ട ഒരു രീതി ഒക്കെ തന്നെയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നന്നായിട്ട് പ്രോട്ടീൻ എടുത്തിട്ട് വേണം ഈ വ്യായാമം ചെയ്യാനായിട്ട് പോകേണ്ടത്. അങ്ങനെയും ഉണ്ട്. അപ്പൊ അതിൽ ചിക്കൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണം തന്നെയാണ്. ബീഫ് പോലെ തന്നെ ബീഫിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് ചിക്കൻ. ചിക്കനും ഒക്കെ തന്നെ നല്ല ചിക്കൻ വാങ്ങി ഉപയോഗിക്കാൻ നോക്കുക. അത് തീർച്ചയായും ഈ പോൾട്രി ഫീഡ് എന്ന് പറയുന്ന സാധനം കൊടുത്തിട്ടുള്ള ബ്രോയിലർ ചിക്കനും മുട്ടയും കഴിക്കാതിരിക്കുന്നതാണ് ഭേദം. അതിന് പകരം കഴിയുന്നതും നാടൻ ചിക്കനും നാടൻ മുട്ടയും വാങ്ങി കഴിക്കാൻ നോക്കുക. അത് കിട്ടിയില്ലെങ്കിൽ മീൻ തന്നെയാണ് കൂടുതലായിട്ട് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ വെർജിൻ കോക്കനട്ട് ഓയിൽ, നല്ല കൊളസ്ട്രോൾ, ഏറ്റവും പ്രധാനമായ കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, അത് നിങ്ങളുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വെർജിൻ കോക്കനട്ട് ഓയിൽ തന്നെ വേണമെന്നൊന്നുമില്ല. തേങ്ങ വളരെ നല്ലതാണ്, പച്ച തേങ്ങ. പക്ഷെ അത് കുക്ക് ചെയ്തിട്ട് കഴിച്ചിട്ട് യാതൊരു കാര്യവുമില്ല കേട്ടോ. കുക്ക് ചെയ്ത് കഴിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്, കുക്ക് ചെയ്ത് കഴിക്കണം. പക്ഷെ അതിനകത്ത് ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് കണ്ടന്റ് കൂടും. ഈ
MCT അതായത് മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ് കുറയുകയും ചെയ്യും. അപ്പം അതുകൊണ്ടാണ് അത് കഴിയുന്നതും പച്ചത്തേങ്ങ പാലായിട്ടോ ഇല്ല പച്ചത്തേങ്ങയായിട്ട് തന്നെ നമ്മൾ ആഹാരത്തിൽ ചേർത്ത് കഴിക്കാം. പാചകം ചെയ്ത് ചൂടാവുമ്പോഴത്തേക്ക് അതിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വ്യായാമത്തിന് കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും. പിന്നെ ഇലക്കറികളുടെ കാര്യം മറക്കരുത്. ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു, മുരിങ്ങയില ഭക്ഷണത്തിന്റെ ഭാഗമാക്കുക. പിന്നെ മുരിങ്ങയില വഴിയിൽ കാണുമ്പോൾ തന്നെ വയറിളകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവര് ദയവായി ഒഴിവാക്കുക. എന്നോട് ചോദിക്കും, മാഡം മുരിങ്ങയില കഴിക്കാൻ പറ്റത്തേ ഇല്ല, വയറിളകും. അങ്ങനെയുള്ളവര് കഴിക്കാനേ പാടില്ല, അത് ശരിയാവില്ല. അതിന് പകരം അവർ ചീരയിലയോ അല്ലെങ്കിൽ പാലക്കിലയോ മത്തനിലയോ കുമ്പളത്തിലയോ ഒക്കെ ഉപയോഗിക്കാം. ഈ ഇലയ്ക്കൊക്കെ നല്ല പോഷക ഗുണമുണ്ട്, അതിന് യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം എനിക്കൊരു ജസ്റ്റ് ഒരു കോളല്ല, ഒരു മെസ്സേജ് വന്നു, മാഡം നമ്മുടെ മധുരക്കിഴങ്ങിന്റെ ഇല കഴിക്കാമോ എന്ന് ചോദിച്ചു. നല്ലതാണ് മധുരക്കിഴങ്ങിന്റെ ഇല കഴിക്കാം. ക്യാരറ്റിന്റെ ഇല വളരെ നല്ലതാണ്. ബീറ്റ്റൂട്ടിന്റെ ഇല അതൊന്നും പിന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഏകദേശം ഉള്ള ഒരുവിധപ്പെട്ട ഇലകളൊക്കെ ഉപയോഗിക്കാം, കുഴപ്പമില്ല. ഈ വേലിച്ചീരയ്ക്ക് ചില പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അത് ഞാൻ ഇപ്പൊ സപ്പോർട്ട് ചെയ്ത് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതിനെ ചില ഗവേഷണങ്ങൾ പറയുന്നത് അത്ര നല്ലതല്ല, ശരീരത്തിന് കേടുപാടുകൾ ഉണ്ടാക്കും എന്നൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിനെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കണ്ട. ബാക്കി ഇലകളൊക്കെ നിങ്ങൾ ഭക്ഷണത്തിന്റെ ഭാഗമാക്കുക. പിന്നെ നിസ്സാരമായിട്ട് കപ്പലണ്ടി നമുക്ക് ഇപ്പൊ പലരും ചോദിക്കും, ഞങ്ങൾക്ക് ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ പറ്റുമോ മാഡം എന്നൊരു ചോദ്യം ഇങ്ങോട്ട് വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുന്നു, പയറ്, കടല, കപ്പലണ്ടി, പൊരികടല ഇവയൊക്കെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കാം. എന്നിട്ട് നന്നായിട്ട് വ്യായാമം ചെയ്യുക. ചുമ്മാ കുത്തിയിരിക്കാതെ അടുക്കളയിലെ പണി തീർന്നു നേരെ മൊബൈൽ ഫോൺ നോക്കിയിരിക്കാതെ മാക്സിമം നമ്മുടെ ശരീരം അനങ്ങിയുള്ള ജോലി ചെയ്യാൻ നോക്കുക. അതനുസരിച്ച് നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നന്നായിട്ട് ഉറങ്ങുക. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മലശോധന അതിനേക്കാൾ ഏറ്റവും പ്രധാനം. ഇതെല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോഴാണ് നിങ്ങൾക്കൊരു ശരിയായ ആരോഗ്യം നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകാനും ജീവിതശൈലി രോഗങ്ങൾ മാറ്റി നിർത്താനും പറ്റുകയുള്ളൂ. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.